ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിഷ. എല്ലാവർക്കും നിഷാജു ബേക്സിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് വന്നിരിക്കേണ്ട സാലഡ് റെസിപ്പിയുമായിട്ടാണ്. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് പുഴുങ്ങിയ കടലയും 1 കപ്പ് മഞ്ഞ ക്യാപ്സിക്കവും 1 കപ്പ് തക്കാളി അരിഞ്ഞതും 1 കപ്പ് കുക്കുംബർ അരിഞ്ഞതും കൂടി ചേർക്കുകയാണ്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് സെലറി അരിഞ്ഞതും 1/4 കപ്പ് കൊറിയാണ്ടറും 1/4 കപ്പ് ഒനിയനും കൂടി ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് റോസ്റ്റഡ് പീനട്ടും വാൾനട്ടും കൂടിയായി മിക്സ് ചെയ്തും കൂടി ചേർക്കുകയാണ്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പച്ചമുന്തിരിങ്ങ അരിഞ്ഞതും 1/2 ലെമണിൻ്റെ ജ്യൂസും കൂടി ചേർത്തിട്ട് പിന്നെ നമുക്കിതിലേക്കൊരു ചേർക്കേണ്ടത് ഒലിവ് ഓയിലാണ്. അത് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റായ ചാട്ട് മസാലയും കൂടി ചേർക്കുകയാണ്. ഇതൊരു 1/2 ടേബിൾ സ്പൂണ് ചാട്ട് മസാലയാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത്. പിന്നെ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഉപ്പ് ആവശ്യത്തിനും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണമേ. ഇത് നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിച്ച് മിക്സ് ചെയ്തതേ ഇതുപോലെ കൂട്ടി യോജിപ്പിച്ച് മിക്സ് ചെയ്തെടുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഇവിടെ ഈസി ആയിട്ടുള്ള സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് വളരെ ടേസ്റ്റിയാണ് കേട്ടോ കഴിക്കാനായിട്ട്. ഇത് നമുക്ക് ലഞ്ചായിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാം, സ്നാക്സ് ആയിട്ടോ ഒക്കെ കഴിക്കാവുന്ന ഒരു റെസിപ്പിയാണ്. അതുപോലെ തന്നെ നമുക്കിത് കഴിച്ചാൽ വളരെ ഫില്ലിങ്ങുമാണ്. അതുപോലെ തന്നെ പ്രോട്ടീനൊക്കെ അടങ്ങിയ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സാലഡ് റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇത് വളരെ എളുപ്പമല്ലേ, കണ്ടില്ലേ? അപ്പോൾ സമയമൊന്നുമില്ല, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം. അതുപോലെ തന്നെ എൻ്റെ ചാനലൊന്ന് ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ബൈ.